നമ്മളെല്ലാവരും സ്നേഹിച്ചു തുടങ്ങി, അംഗീകരിച്ചു തുടങ്ങി. ഇപ്പൊ ഏത് വീട്ടിൽ പോയാലും ചായ തരാൻ തുടങ്ങി, ചിരിക്കാനും കാര്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കാനും തുടങ്ങി. നമ്മൾ നമ്മുടെ കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്തില് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം ശുചിത്വത്തിന്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള മാറ്റമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ഹരിത കേരള മിഷൻ ആരംഭിച്ച് ഓരോ പഞ്ചായത്തിലും ഹരിതകർമ്മസേനയെ നിയമിക്കാനുള്ള നിർദ്ദേശം ലഭിച്ച് നമ്മളും ഏറ്റവും ആവേശപൂർവ്വം തന്നെ ഹരിതകർമ്മ സേനാംഗങ്ങളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്നു മുതൽ അവർ ചെയ്യുന്ന പ്രവർത്തനം അതുവരെ നമ്മുടെ നാട് എങ്ങനെയാണോ ഉണ്ടായത് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ രീതിയിലേക്ക് ശുചിത്വ മാലിന്യ സംസ്കരണ കാര്യങ്ങളിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പൊതുവെ നമ്മൾ കാണുന്ന ഒരു അവസ്ഥ, മുൻകാലങ്ങളിൽ വീടുകളിൽ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക്കുകളും മറ്റു സാധനങ്ങളും ആവശ്യം കഴിഞ്ഞാൽ അത് കത്തിച്ചു കളയും, അല്ലെങ്കിൽ ആരും കാണാതെ പൊതുസ്ഥലങ്ങളിലേക്ക് വലിച്ചെറിയുന്ന ഒരു പ്രവണത പൊതുവെ നമ്മുടെ സമൂഹത്തിൽ കണ്ടതാണ്. പക്ഷെ എന്നാല് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ആരംഭിച്ച് അവരിലൂടെ നടത്തുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഏകദേശം 80% ജനങ്ങൾ ആദ്യഘട്ടം ഇവരോട് സഹകരിക്കാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും കുറച്ചുപേര് സഹകരിക്കാതിരിക്കുമ്പോൾ നമ്മൾ ഏറ്റെടുത്ത ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല എന്നൊരു കാഴ്ചപ്പാടോടുകൂടി തന്നെ സഹകരിക്കാത്ത വീടുകളിലേക്ക് ബോധവൽക്കരണവുമായി കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും ഹരിതകർമ്മ സേനാംഗങ്ങളും നാടിന്റെ സന്നദ്ധ പ്രവർത്തകരും ഓരോ വീടിലും കയറി ഇറങ്ങിക്കൊണ്ട് ഹരിതകർമ്മ സേനയോടൊത്ത് സഹകരിക്കാൻ വേണ്ടി കാര്യങ്ങൾ ബോധവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 3 വർഷമായി 100% വീടുകളിൽ നിന്നും കളക്ഷൻ ലഭിക്കുന്ന ഒരു പഞ്ചായത്തായി കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്തിന് മാറാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിൽ കൃത്യമായും നമുക്കറിയാം, ഹരിത കേരള മിഷൻ തന്നെ പറയുന്ന കാര്യം വൃത്തി, വെള്ളം, വിളവ് എന്നാണ്. കാരണം നമുക്ക് ഏറ്റവും ഭംഗിയായി നമ്മുടെ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവണം. അപ്പൊ ആരോഗ്യത്തിന് വേണ്ടി ശുചിത്വ ശീലങ്ങൾ നിർബന്ധമായും നമ്മൾ അനുകരിക്കേണ്ടതാണ്. അപ്പൊ അത്തരം അവസരങ്ങളിൽ ഹരിത കേരള മിഷന്റെയും ശുചിത്വ മിഷന്റെയും സഹകരണത്തോടു കൂടി നമ്മുടെ ഹരിതകർമ്മ സേന നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ പിന്നെ ഓരോ വീടുകളിലും കലണ്ടർ പ്രകാരം തന്നെ അജൈവ മാലിന്യങ്ങൾ ഓരോ മാസവും ശേഖരിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പൊ മുൻകാലങ്ങളിൽ ഹരിതകർമ്മസേനയെ സ്വീകരിച്ച മനോഭാവത്തോടെ അല്ല ഇന്ന് ജനങ്ങള് അവരെ സ്വീകരിക്കുന്നത്. കാരണം പൊതുസ്ഥലങ്ങളും മറ്റു സ്ഥലങ്ങളും കണ്ടാൽ തന്നെ അറിയാം പിന്നെ എത്രമാത്രം പ്രശംസനാർഹമായ പ്രവർത്തനമാണ് ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്ന് നമുക്ക് നമ്മുടെ ഓരോ പാതയോരങ്ങളും കണ്ടാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. വഴിയോരങ്ങളിൽ വലിച്ചെറിയുന്നതും പ്ലാസ്റ്റിക് കത്തിക്കുന്നതും ഒരുപാട് ഇന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇവർ ചെയ്യുന്ന സേവനങ്ങൾ കൃത്യമായി നമ്മുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സഹായിക്കുന്നത് പോലെ തന്നെ മറ്റു സമൂഹത്തിന് വേണ്ടുന്ന പ്രവർത്തനങ്ങളിൽ അടക്കം സഹകരിക്കാൻ വേണ്ടി നമ്മുടെ ഹരിതകർമ്മ സേനയ്ക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ നേട്ടം തന്നെയാണ്. പഞ്ചായത്ത് നിശ്ചയിക്കുന്ന സമയപരിധിക്കുള്ളിൽ വീടുകളിൽ നിന്നും തരംതിരിച്ചുകൊണ്ടാണ് ഹരിതകർമ്മ സേന നമ്മുടെ പിന്നെ അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടുന്ന സഹായങ്ങൾ, ഹരിതകർമ്മ സേനക്ക് ആവശ്യമായ സഹായങ്ങളും ഉപകരണങ്ങളും മറ്റ് അജൈവ മാലിന്യങ്ങൾ 17 വാർഡുകളിലും ശേഖരിച്ചു വെക്കുന്നതിനുള്ള മിനി MCFകളും അതുപോലെ തന്നെ വെയിലിംഗ് മെഷീൻ അടക്കമുള്ള 3 MCFകളും നമ്മുടെ പഞ്ചായത്തിൽ പ്രവർത്തനം പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തുടർന്നും നല്ല രീതിയിൽ അവരുടെ പ്രവർത്തനം മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ സഹകരണങ്ങളും പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ എനിക്ക് ഒന്നുകൂടി പറയാനുള്ളത്, ഇപ്പോ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞു പിന്നെ ഈ ആദ്യകാലത്ത് അവരെ സ്വീകരിച്ച മനോഭാവത്തോടു കൂടി അല്ല ഇന്ന് ജനങ്ങൾ കാണുന്നത്. ഒരു മാസം ഹരിതകർമ്മസേന വീടുകളിൽ പോയില്ലെങ്കിൽ എന്തുകൊണ്ട് വന്നില്ല എന്നടക്കം വിളിച്ചു ചോദിക്കുന്ന രീതിയിലേക്കുള്ള മനോഭാവം ജനങ്ങളിൽ ഉണ്ടായി എന്നുള്ളത് തന്നെ നമ്മൾ ഏറ്റെടുക്കുന്ന ഈ പ്രവർത്തനങ്ങളുടെ വലിയൊരു റിസൾട്ട് ഇതിന്റെ ഭാഗമായി ഉണ്ടായി എന്നതാണ് ഇതിന്റെ ഭാഗമായി കാണാൻ വേണ്ടി കഴിയുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ഹരിത കേരള മിഷന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് ഓരോ പഞ്ചായത്തിലും ഹരിതകർമ്മസേനയെ നിയമിക്കാനുള്ള നിർദ്ദേശം കിട്ടിയത് മുതൽ തന്നെ കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്തിലും ഹരിതകർമ്മസേന അംഗങ്ങളെ തെരഞ്ഞെടുത്തുകൊണ്ട് ശുചിത്വ മാലിന്യ പ്രവർത്തനങ്ങളുടെ മുഖ്യ പ്രവർത്തനങ്ങളിലേക്ക് പ്രധാന പങ്ക് വഹിക്കാൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തില് 17 വാർഡുകളിലായി 34 ഹരിത കർമ്മസേന അംഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്.
3 വർഷമായി 100% വീടുകളിൽ നിന്നും അജൈവ മാലിന്യങ്ങൾ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ ഭംഗിയായി നടക്കുന്നുണ്ട്. ആദ്യ കാലത്തൊക്കെ ഹരിതകർമ്മസേന വീടുകളിൽ ഇതുപോലെ അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കാൻ പോകുമ്പോൾ വീട്ടുകാർ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു പ്രവണത, കാരണം 50 രൂപ യൂസർ ഫീ കൊടുക്കണം എന്നുള്ള പ്രയാസം കാരണം, അതുപോലെ അതുവരെ ജനങ്ങൾ തുടർന്ന് വന്ന പ്ലാസ്റ്റിക്കുകൾ സംസ്കരിക്കുന്ന രീതി തുടരുന്ന ഒരു പ്രവണതയാണ് നിലവിലുണ്ടായത്. എന്നാൽ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ആരംഭിച്ച് കൃത്യമായി ഓരോ മാസവും വീടുകളിൽ നിന്ന് അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുകയും ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്നതിന്റെ ഒരു റിസൾട്ടായി നമുക്ക് വലിയ രീതിയിലുള്ള മാലിന്യ പ്രശ്നങ്ങൾ പഞ്ചായത്തിൽ നിന്നും ഇല്ലാതാക്കാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിന്റെ കലണ്ടർ പ്രകാരം ഓരോ മാസവും വ്യത്യസ്ത രീതിയിലുള്ള അജൈവ മാലിന്യങ്ങൾ പഞ്ചായത്തിൽ നിന്നും ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന ഹരിതകർമ്മസേന അംഗങ്ങൾ 34 അംഗങ്ങൾ ഈ പ്രവർത്തനത്തിൽ അവരുടെ സമയനിഷ്ഠതയോടുകൂടി, കാരണം ഓരോ വീടുകളിൽ നിന്നും തരംതിരിച്ചു തന്നെ മാലിന്യങ്ങൾ ശേഖരിക്കുന്ന രീതിയിലേക്കാണ് കളക്ഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പഞ്ചായത്ത് നിശ്ചയിച്ചിട്ടുള്ള സമയപരിധിക്കുള്ളിൽ തന്നെ മാലിന്യങ്ങൾ, ഇതുപോലെ അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ ഓരോ വാർഡിലുമുള്ള മിനി MCFകളിൽ എത്തിക്കുന്നുണ്ട്. അതുപോലെ പഞ്ചായത്തിന്റെ 3 മെഗാ MCFകൾ പഞ്ചായത്തിന് നിലവിലുണ്ട്. 2 MCFകൾ ഇപ്പം നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. വെയിലിംഗ് മെഷീൻ അടക്കമുള്ള MCFകൾ. ഒരു MCF കൂനത്തുള്ള ഒരു MCFന്റെ പ്രവർത്തനം പൂർത്തീകരിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഇത്തരം സൗകര്യങ്ങളൊക്കെ ഹരിതകർമ്മസേന ആവശ്യപ്പെടുന്ന സൗകര്യങ്ങളൊക്കെ പഞ്ചായത്ത് ഭരണസമിതി എന്നുള്ള രീതിയിൽ ഏർപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നാൽ ആദ്യഘട്ടത്തിൽ ഈ ഒരു പ്രവർത്തനം വീടുകളിൽ പോയി ഹരിതകർമ്മസേന ശേഖരിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ പരമാവധി ആൾക്കാർ സഹകരിച്ചെങ്കിലും കുറച്ച് വിഭാഗം ഇതുമായി സഹകരിക്കാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഹരിതകർമ്മസേന അംഗങ്ങളും പഞ്ചായത്ത് ഭരണസമിതിയും ചേർന്ന് സഹകരിക്കാത്ത വീടുകളിൽ പോയി ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തിക്കൊണ്ട് 100% വീടുകളിൽ നിന്നും ഇതുപോലെ കളക്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറുന്നതിന് വേണ്ടി നമ്മുടെ ഹരിതകർമ്മസേനക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊണ്ടും ജനങ്ങളെ ബോധവൽക്കരിച്ചത് കൊണ്ടും ശുചിത്വ പ്രവർത്തനങ്ങളിൽ ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും അംഗീകാരം നേടാൻ വേണ്ടി കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വൃത്തി കോൺക്ലേവിൽ നമ്മുടെ ഒരു മാതൃക, ഹരിത ഭവനം എന്ന ഒരു മാതൃക അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള അവസരം കുറുമാത്തൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് ലഭ്യമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്തരം ഒരുപാട് പ്രവർത്തനങ്ങൾ ശുചിത്വ മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി പഞ്ചായത്തിന്റെ ഭാഗമായി നടന്നു വരുന്നുണ്ട്. എന്റെ പേര് ഉഷ, 12ാം വാർഡിലെ കർമ്മസേന. എന്റെ പേര് ഷൈമ, 4ാം വാർഡിലെ ഹരിതകർമ്മസേന. എൻ്റെ പേര് രമ്യ, ഞാൻ 9ാം വാർഡില് ഹരിതകർമ്മസേന. എന്റെ പേര് ഗീത, ഞാൻ 9ാം വാർഡിലെ ഹരിതകർമ്മസേനയാണ്. എന്റെ പേര് രമ്യ, ഞാൻ 10ാം വാർഡിലെ ഹരിതകർമ്മസേനയാണ്. എന്റെ പേര് ദിവ്യ, ഞാൻ 12ാം വാർഡിലെ ഹരിതകർമ്മസേനയാണ്. എന്റെ പേര് ജിഷ, 1ാം വാർഡിലെ ഹരിതകർമ്മസേനയാണ്. എന്റെ പേര് ലത, ഞാൻ 14ാം വാർഡിലെ ഹരിതകർമ്മസേനയാണ്. എന്റെ പേര് രാജലക്ഷ്മി, ഞാൻ 5ാം വാർഡിലെ ഹരിതകർമ്മസേന അംഗമാണ്. എൻ്റെ പേര് നളിനി, ഞാൻ 13ാം വാർഡിലെ ഹരിതകർമ്മസേനയാണ്. എന്റെ പേര് രമ്യ, 1ാം വാർഡിലെ ഹരിതകർമ്മസേന. എൻ്റെ പേര് ബാലാമണി, 11ാം വാർഡിലെ ഹരിതകർമ്മസേന. എൻ്റെ പേര് ബീന, ഞാൻ 2ാം വാർഡിലെ ഹരിതകർമ്മസേനയാണ്. എൻ്റെ പേര് സുനന്ദ, 15ാം വാർഡിലെ ഹരിതകർമ്മസേനയാണ്. നമ്മൾ ആദ്യമെല്ലാം ഫീൽഡിൽ പോകുമ്പം ജനങ്ങൾക്ക് ഭയങ്കര വല്ലാത്തൊരു മനോഭാവമായിരുന്നു നമ്മളോട്. പക്ഷെ ഇപ്പൊ അതിനെല്ലാം നല്ല മാറ്റം വന്നിട്ടുണ്ട്. പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് സുരക്ഷാ ഉപകരണങ്ങളെല്ലാം തരുന്നുണ്ട്. പിന്നെ ഭരണസമിതിന്റെ നല്ല സപ്പോർട്ട്. വിജയ, ഞാൻ 3ാം വാർഡിലെ ഹരിതകർമ്മസേന അംഗം. എൻ്റെ പേര് ഹൈമാവതി, ഞാൻ 15ാം വാർഡിലെ ഹരിതകർമ്മസേനയാണ്. എൻ്റെ പേര് ഗീത, ഞാൻ 17ാം വാർഡിലെ ഹരിതകർമ്മസേന അംഗമാണ്. എന്റെ പേര് ഗീത, ഞാൻ 2ാം വാർഡിലെ ഹരിതകർമ്മസേന. എൻ്റെ പേര് ജാനകി, ഞാൻ 11ാം വാർഡിലെ ഹരിതകർമ്മസേനയാണ്.
എൻ്റെ പേര് ശൈലജ. ഞാൻ 4-ാം വാർഡിലെ ഹരിതകർമ്മസേനയാണ്. എൻ്റെ പേര് അനില, 8-ാം വാർഡിലെ ഹരിതകർമ്മസേനയാണ്. ഞാൻ ഓമന, 8-ാം വാർഡിലെ ഹരിതകർമ്മസേനയാണ്. ഞാൻ സുനിത, 7-ാം വാർഡിലെ ഹരിതകർമ്മസേനയാണ്. എൻ്റെ പേര് രഞ്ജിനി, 6-ാം വാർഡിലെ ഹരിതകർമ്മസേനയാണ്. എൻ്റെ പേര് പ്രസീത, ഞാൻ 3-ാം വാർഡിലെ ഹരിതകർമ്മസേനയാണ്. എൻ്റെ പേര് ഷീജ, 6-ാം വാർഡിലെ ഹരിതകർമ്മസേന. എൻ്റെ പേര് സുനിത, ഞാൻ 10-ാം വാർഡിലെ ഹരിതകർമ്മസേന അംഗമാണ്. എൻ്റെ പേര് സരിത, ഞാൻ 7-ാം വാർഡിലെ ഹരിതകർമ്മസേനയാണ്. എൻ്റെ പേര് രജനി, ഞാൻ 16-ാം വാർഡിലെ ഹരിതകർമ്മസേന അംഗം. എൻ്റെ പേര് ലളിത, 13-ാം വാർഡിലെ ഹരിതകർമ്മസേനയാണ്. എൻ്റെ പേര് ബിന്ദു, 5-ാം വാർഡിലെ ഹരിതകർമ്മസേനയാണ്. എൻ്റെ പേര് ജയശ്രീ, 17-ാം വാർഡിലെ ഹരിതകർമ്മസേനയാണ്. എൻ്റെ പേര് ബിന്ദു, 14-ാം വാർഡിലെ ഹരിതകർമ്മസേനയാണ്. ഞാൻ 12-ാം വാർഡിലെ ഹരിതകർമ്മസേനയാണ്. ആദ്യം തുടക്കം മുതലേ ഉണ്ട്. 2 വാർഡായിരുന്നു നമ്മൾ നോക്കിയിട്ട്, 11-ാം വാർഡിലും 12-ാം വാർഡിലും. പിന്നെ ആദ്യം വീട്ടിൽ പോകുമ്പോഴും ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് തന്നെ പറഞ്ഞു. ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് വരാൻ പാടില്ല, പിന്നെ പ്ലാസ്റ്റിക് എടുക്കാൻ പറഞ്ഞിട്ട് വരാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എന്ന് പറഞ്ഞാല് നല്ല തന്നെ. മുന്നേ പോയടത്തുനിന്ന് കോട്ട വെച്ചിട്ട് വന്ന പൈസ തരാന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇത്രക്കും ഭയങ്കരമായിട്ട് അവമാനിക്കുന്ന തരത്തിലാണ് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ നല്ലതാണ്. ഇപ്പൊ ഒരു വീട്ടിലെ ഒരു കുടുംബത്തിനെ പോലെ തന്നെ അത്രയും നല്ല സ്നേഹമാണ്. വരാത്ത ഒരു 2 ദിവസം വൈകിപ്പോയാൽ അവർ വിളിച്ചിട്ട് എന്താ പറ്റി, സുഖമില്ലേ, എന്താ വരാത്തതെന്ന് അന്വേഷിക്കുന്ന അത്രയും നല്ല രീതിയിൽ സഹകരണമുണ്ട്. ഏത് തരത്തിലായാലും തരംതിരിച്ചിട്ട് വെക്കുന്നുണ്ട് ഓരോരോ ആൾക്കാർ. ഞാൻ 8-ാം വാർഡിലെ ഹരിതകർമ്മസേനയാണ്. ഓമനാന്നാണ് എൻ്റെ പേര്. നമ്മൾ വീടുകളിൽ പോയാൽ നല്ല സഹകരണം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ 2 ദിവസം മാറിപ്പോയാൽ നമ്മളെ വിളിച്ചിട്ട് അന്വേഷിക്കും, എന്തുകൊണ്ട് വന്നില്ല, എന്താ വൈകിയത് എന്നെല്ലാം ചോദിക്കും. ആദ്യമെല്ലാം കുറച്ച് പിന്നെ തരാൻ മടിയെ കാണിച്ചവർ ഇപ്പം നമ്മളോട് നല്ലോണം സഹകരിക്കുന്നുണ്ട്. പിന്നെ പഞ്ചായത്തിനായാലും എല്ലാവരും നമ്മളോട് പിന്നെ അഥവാ യൂസർ ഫീ തരാൻ മടിയുള്ളവരെ നമ്മൾ പഞ്ചായത്ത് പേരും കൊടുത്താൽ അവരെ വിളിച്ചന്വേഷിച്ചിട്ട് പിറ്റത്തെ മാസം പിന്നെ തരാനുള്ള മനസ്സുള്ളവരെ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പിന്നെ മഴയത്തെല്ലാം പോകുമ്പം നമ്മളെ ചേട്ടന്മാരെല്ലാം കണ്ടാൽ വൈക്കൽ നമ്മളെ സാധനം ഇങ്ങനെ നമുക്കടി എത്തിക്കണ്ടേ വെച്ചാൽ അവിടെ എത്തിച്ചേരുന്ന പിന്നെ മനസ്സെല്ലാം ഉണ്ട് നമ്മളെ നാട്ടില്. ഞാൻ 4-ാം വാർഡിലെ ഹരിതകർമ്മസേനയാണ്, ശൈലജ. അപ്പം നമ്മളെന്ന് വെച്ചാൽ തുടക്കം മുതലേ ഉണ്ടായിട്ടുണ്ട്. 4-ാം വാർഡിൽ എന്താ പറയാ, അങ്ങനെ നല്ലൊരു സമീപനമൊന്നും ആയിരുന്നില്ല ആദ്യ കാലഘട്ടത്തിൽ. പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 20 രൂപയാണ് മേടിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ആ 20 രൂപ തരാൻ തന്നെ ആൾക്കാർക്ക് ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ ചെറിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് കളക്ഷൻ തീരും. എന്ന് വെച്ചാൽ എല്ലാ വീട്ടിലും സാധനം എടുത്തു വെക്കൂല. അപ്പോൾ എടുത്തു വെക്കുന്ന വീട്ടിൽ നിന്നാണെങ്കിൽ എല്ലാവരും തരൂല. അങ്ങനെയല്ലായിരുന്നു ആ സമയത്ത് ഉണ്ടായത്. അപ്പോൾ പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് 30 രൂപയായിട്ട് മാറിയത്. അപ്പോൾ കാലക്രമേണ കുറച്ച് മാറ്റം വന്നു. പിന്നെ കുറച്ചും കൂടി ആൾക്കാർ സഹകരിക്കാനും എല്ലാം തുടങ്ങി. പിന്നെ ഇപ്പൊ കുറച്ച് കാലഘട്ടങ്ങളായിട്ടാണ് ഇപ്പൊ 50 രൂപയിലേക്ക് മാറിയത്. ഇപ്പൊ ഈ 50 രൂപയിലേക്ക് മാറുമ്പം ഇപ്പൊ ആണ് എല്ലാവരും നല്ല സഹകരണമായി നമുക്ക് 100% കൈവരിക്കാനും പറ്റി. പിന്നെ നമ്മളെ മോശമായിട്ട് പറഞ്ഞവരെല്ലാം ഉണ്ടായിനി, എന്തിനാണ് ഇങ്ങനെ 50 രൂപയും മേടിച്ചിട്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് സർക്കാരിന് പഞ്ചായത്തിന് തന്നെ ഇതാക്കി വരുമാനമാക്കാൻ പറ്റൂലേ, നമ്മളോട് മേടിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ അതെല്ലാം തരണം ചെയ്ത് ഇപ്പം നമ്മൾ ഹരിതകർമ്മസേന 34 അംഗങ്ങളാണ് ഉള്ളത്. ഇപ്പം എല്ലാവരും നല്ല രീതിയിൽ ഒരു മോശമല്ലാത്ത വരുമാനവും മേടിക്കുന്നുണ്ട്, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ബൈൽ ചെയ്യുന്നുണ്ട്. നമുക്ക് 2 MCF നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് അവിടെ നമുക്ക് ഒരു MCF ബൈലിംഗ് മെഷീനും കാര്യങ്ങളും ഉണ്ട്. അവിടെ നമ്മളെല്ലാവരും പിന്നെ മാസത്തിൽ 2 തവണയായിട്ട് ഓരോരോ ആൾക്കാരും 2 തവണ പോകേണ്ട വിധത്തിൽ എല്ലാ ദിവസവും തന്നെ അത് അവിടെ ബൈലിങ്ങും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അങ്ങനെയും നമുക്കൊരു വരുമാനം കിട്ടുന്നുണ്ട്. ഇപ്പം എല്ലാവർക്കും തന്നെ അതുകൊണ്ട് മോശമല്ലാത്തൊരു വരുമാനവും കാര്യങ്ങളും ആയി. വരുന്ന കാലഘട്ടത്തിൽ ഇതിൽ വരണമെന്നില്ലേ, വന്ന് പെട്ടുപോയല്ലോ എന്ന് വിചാരിച്ച സന്ദർഭങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും സ്നേഹിച്ചു തുടങ്ങി, അംഗീകരിച്ചു തുടങ്ങി. ഇപ്പൊ ഏത് വീട്ടിൽ പോയാലും
ചായ തരാൻ തുടങ്ങി, ചിരിക്കാനും കാര്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കാനും തുടങ്ങി. നമ്മളായാലും അങ്ങോട്ട്, അതുകൊണ്ട് നമ്മളും അങ്ങോട്ട് അങ്ങനെ നല്ല ഇടപെടൽ ആവുമല്ലോ. സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു ഇടപെടലും കാര്യങ്ങളും ആയി. നല്ലൊരു ഇപ്പം നമുക്ക് ഇതിനകത്തേക്ക് വരാൻ പറ്റിയത് നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു. 17-ാം വാർഡിലെ ഹരിതകർമ്മസേന. എൻ്റെ പേര് ഗീത. അപ്പം ഞാൻ ഇതിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 5 വർഷമായുള്ളൂ. എന്നാലും നല്ല രൂപത്തിൽ തന്നെ പ്രവർത്തിക്കുന്നു. കുറുമാത്തൂർ പഞ്ചായത്തിലെ 17 വാർഡിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ യൂസർ ഫീ കളക്ട് ചെയ്യുന്നത് എൻ്റെ വാർഡിലാണ്. പിന്നെ ആദ്യമൊക്കെ പോകുമ്പം ഇവരെല്ലാം പറഞ്ഞതുപോലെ തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാല് വാതിൽ തുറക്കില്ല എന്നല്ല, ഇനി പിന്നെ വന്നിട്ട് നട്ടിക്കലുണ്ടായിനി. പിന്നെ യൂസർ ഫീ 100% ആക്കണം നമ്മളെ പഞ്ചായത്തിൽ നിന്നുള്ള ഒരു ദൗത്യം ഏറ്റെടുത്തപ്പോൾ ഞങ്ങൾ 3-4 തവണ തന്നെ ഒരു വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും. ഇത് യൂസർ ഫീ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. 1 തവണ പോയാൽ കാണൂല, 2 തവണ പോയാൽ കാണൂല, 3 തവണ പോയാൽ കാണൂല. അങ്ങനെ വെച്ച് ഞങ്ങൾ കൃത്യമായി 3-4 തവണ ചെന്നിട്ടാണ് 100% ആക്കിയിട്ടുള്ളത്. ഇപ്പം തുടർച്ചയായി ഞങ്ങൾ 100% തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ പഞ്ചായത്തിൽ ഇത് നമുക്ക് ശരിക്കും 100% ആകാൻ ഇത്രയും കൂടുതൽ ഒരു പ്രചോദനം ഉണ്ടായത് പഞ്ചായത്തിലെ ഭരണസമിതി ഉദ്യോഗസ്ഥന്മാരുടെ കഴിവ് തന്നെയാണ്. എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ തന്നെ അവരായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന പ്രതിവിധി അപ്പോൾ തന്നെ അവർ ചെയ്തു തരും. പിന്നെ ഈ 34 പേരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു പ്രശ്നം വന്ന് ഒരു വാർഡിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂല എന്നെങ്കിൽ പരസ്പരം പോയി സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പിന്നെ ഒരു പരിപാടി വന്നു കഴിഞ്ഞാലും ഇപ്പൊ നമ്മളെ കുടുംബത്തിൽ തന്നെ ഒരു പരിപാടി വന്നാൽ ഞങ്ങൾ ഒരാളെ വീട്ടിൽ ഇതുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അത് ചെയ്തു വരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ഇത് സഹായമായത് ഈ QR കോഡ് വന്നതിന് ശേഷമാണ്. QR കോഡ് വന്നുകൊണ്ട് ഇപ്പൊ എല്ലാവർക്കും മെസ്സേജ് പോകും. പൈസ അടച്ചാലും അടച്ചു, അടച്ചിട്ടില്ലെങ്കിൽ കൂട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ സഹകരിച്ചില്ല എന്നുള്ള മെസ്സേജ് പോകുന്നതുകൊണ്ട് എല്ലാവരും ഇപ്പം നല്ല വൃത്തിയിൽ തന്നെ സഹകരിക്കും. പിന്നെ പഞ്ചായത്തിൽ നിന്നുള്ള പല സഹായങ്ങളും നമ്മൾ വഴി അവർക്ക് അറിയാൻ കഴിയുന്നതുകൊണ്ടും എന്താ പറയാ, ശരിക്കും നമ്മളൊരു പഞ്ചായത്തിലെ ഒരു ജീവനക്കാരെ പോലെയാണ് അവർ നമ്മളെ കാണുന്നത്. പിന്നെ ശമ്പളം നമ്മൾ പഞ്ചായത്തിന്റെ തന്നെ ഉദ്യോഗസ്ഥരാണ് എന്നുള്ള ഒരു മനോഭാവം അവർക്കുണ്ട്. പിന്നെ നികുതി പിരിവെല്ലാം ആയിട്ടാകുമ്പോൾ വരുമ്പോൾ അത് എപ്പോഴാണ് നടക്കേണ്ടത്, എങ്ങനെയാണ് നടക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അറിയാനും, പിന്നെ എന്തെങ്കിലും അങ്ങനെയുള്ള ഇത് വരുമ്പോൾ പഞ്ചായത്തിനെ കുറിച്ച് അറിയണ്ടെങ്കിൽ നമ്മൾ പിന്നെ നികുതി അടക്കാൻ നമ്മളോട് ലൈസൻസ് പുതുക്കി കൊടുക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കാൻ സഹായം ചോദിക്കും. ഇനി ഒരു ദിക്കിലെ ഇപ്പൊ കടയിൽ ഏറ്റവും കൂടുതൽ കടയുള്ള വാർഡാണ് എൻ്റെത്, 17-ാം വാർഡ്. അപ്പൊ ഒരു കടയിൽ ആരെങ്കിലും സഹകരിക്കാതെ ഉണ്ടെങ്കിൽ തൊട്ടേ അവരോട് പറഞ്ഞ വ്യാപാരി വ്യവസായികൾ അവരൊക്കെ നല്ല രൂപത്തിൽ തന്നെ നമുക്കുള്ള സഹായങ്ങൾ ചെയ്തു തരും. പിന്നെ ഇത് വെക്കാനും പിന്നെ അവിടെയുള്ള CIT പോലുള്ള സംഘടനകൾ അവരൊക്കെ നമുക്ക് ഇവിടുന്ന് എല്ലാ സപ്പോർട്ടും ചെയ്തു തരും. പിന്നെ സാധനം വെക്കാൻ MCFിലേക്കിടെ കൊണ്ടുവരണം. അപ്പൊ നമുക്ക് അടുത്ത് അങ്ങനെ സൗകര്യം ഇല്ലെങ്കിലും അടുത്ത് വീടുകളിലൊക്കെ ആദ്യമൊന്നും ആരും വെക്കാൻ പറ്റൂലായിരുന്നു. ഇപ്പൊ ഒക്കെ എല്ലാം കൃത്യമായിട്ട് നമുക്ക് വെക്കാൻ കൃത്യമായ സമയം. പിന്നെ വണ്ടിയുണ്ട്, പഞ്ചായത്ത് വണ്ടി അനുവദിച്ച് കിട്ടിയോണ്ട് നമുക്ക് സാധനം കൃത്യസമയത്ത് തന്നെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെയെല്ലാം ഉള്ള കാര്യങ്ങൾ. പിന്നെ ഇതേപോലെ നമ്മൾ ആദ്യം 20 രൂപ 30 രൂപ ഇപ്പൊ 50 രൂപ എത്തി. ആ സമ്പാദ്യം തന്നെ ഞങ്ങൾ മാറ്റി സ്വരുക്കൂട്ടി വെക്കുമ്പോൾ ഈ പല പ്രസിഡന്റ് പറഞ്ഞ പോലെ നമ്മൾ പല എന്താ പറയാ ആതുര പ്രവർത്തനങ്ങൾ സേവനം ചെയ്യുന്നതിന് നമുക്ക് വേണ്ടി ഇപ്പം വെള്ളപ്പൊക്കവും ഇതെല്ലാം വന്ന് മുണ്ടക്കൈ പോലുള്ള പ്രവർത്തനം ഇത് വന്നപ്പോ പ്രശ്നം വന്നപ്പോ നമ്മൾ സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഒറ്റക്കെട്ടായ ഇപ്പൊ പ്രസിഡന്റ് സെക്രട്ടറിയും ഒരു തീരുമാനത്തിൽ അവര് എന്തെങ്കിലും വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആവൂല എന്ന് ഞങ്ങള് പറയില്ല. അവരെന്ത് പറയുന്നു ആ തീരുമാനത്തിൽ ഞങ്ങള് അതുപോലെ ചെയ്യും. ഏത് സമയത്ത് ഇപ്പൊ ഇത്ര സമയത്ത് കൊണ്ട് അത് പൂർത്തിയാക്കണം എന്ന് പറഞ്ഞാൽ ആ സമയം കൊണ്ട് ഞങ്ങള് പൂർത്തിയാക്കിയിരിക്കും. അങ്ങനെയാണ് ഞങ്ങളെ പോകുന്നത്. പേര് ഗീത. ഞാൻ വാർഡ് 2-ലാണ് പ്രവർത്തിക്കുന്നത്. 5 വർഷമായി ഈ മേഖലയിലേക്ക് വന്നിട്ട്. ആദ്യമൊക്കെ ഭയങ്കര വിഷമങ്ങൾ നേരിട്ട് ഓരോ വീട്ടിൽ പോകുമ്പോൾ ഡോറ് തുറക്കൂല, നമ്മൾ കണ്ടപാട് വാതിൽ കിടക്കും. ഇപ്പം ഇതൊക്കെ മാറി ഇപ്പം നല്ല രീതിയിൽ വാർഡിലെ ജനങ്ങളും നമ്മളോട് നല്ല രീതിയിൽ സഹകരിച്ചു തുടങ്ങി. നമ്മളും അതുപോലെ തന്നെ വീട്ടിൽ പോയാൽ അവരെ വിശേഷങ്ങളെല്ലാം ചോദിച്ച് എല്ലാം അറിയും. പിന്നെ നമ്മുടെ പഞ്ചായത്തിലെ ഭരണസമിതി അംഗങ്ങളും HI AS BO അവരെല്ലാം നമ്മളോട് നല്ല രീതിയിൽ തന്നെ നല്ല സപ്പോർട്ട് അവരിൽ നിന്നും കിട്ടുന്നുണ്ട്.
പിന്നെ എല്ലാ വീട്ടിൽ നിന്ന് ഇപ്പോൾ സഹകരിച്ചു തുടങ്ങി. ഏറ്റവും കുറവ് വീട് 2ാം വാർഡിലാണുള്ളത്. വീട് കുറവാണ് നമുക്ക്, അതുകൊണ്ട് വേഗം കളക്ഷൻ എടുത്ത് തീരും. പിന്നെ ബെയിൽ ചെയ്യാൻ നമ്മൾ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ 34 അംഗങ്ങളും ഒറ്റ മനസ്സ് ഒറ്റക്കെട്ടായി നിൽക്കുന്നു. എനിക്ക് ചേച്ചി അനിയത്തിയൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് കുറേ ചേച്ചിമാരി അനിയത്തിമാരി ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഓരോ വഴി നമ്മൾ സഞ്ചരിക്കാത്ത വഴികൾ കൂടി ഇപ്പോൾ സഞ്ചരിച്ചു തുടങ്ങി. ഓരോ വീട്ടിലെത്തും നമുക്ക് ആരെയും അറിയില്ലായിരുന്നു. ഇപ്പോൾ എല്ലാവരെയും നമുക്കറിയാൻ തുടങ്ങി. അവരുടെ ജീവിതാനുഭവങ്ങളും എല്ലാം നമുക്കറിയാം. നമ്മളൊരു ദിവസം നേരം വൈകി പോയാൽ ഫോൺ വിളിച്ച് ചോദിക്കും, ചേച്ചി എന്താ അസുഖമായതുകൊണ്ടാണ് വരാതെ എന്ന് ചോദിച്ച് ഇങ്ങോട്ട് അന്വേഷിക്കാൻ തുടങ്ങി. കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്തിൽ 2017 ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ആരംഭിച്ചത്. തുടക്കത്തിൽ 8 പേരായിരുന്നു ഹരിതകർമ്മസേന അംഗങ്ങളായി വന്നത്. ഇപ്പോൾ 17 വാർഡുകളിലായിട്ട് 34 ഹരിതകർമ്മസേന അംഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പഞ്ചായത്തിൽ ആകെ 8374 വീടുകളും 444 സ്ഥാപനങ്ങളും ഉണ്ട്. എല്ലാ വാർഡുകളിൽ നിന്നും ആദ്യം മുതൽ വളരെ മോശമായ രീതിയിലുള്ള പെരുമാറ്റവും അതുപോലെ തന്നെ നമുക്ക് വരുമാനം വളരെ കുറവായിരുന്നു. ഇപ്പോൾ എല്ലാ വാർഡുകളും 100% യൂസർ ഫീ കളക്ഷൻ ചെയ്യുന്നുണ്ട്. 10,000 മുതൽ 20,000 രൂപ വരെ ഓരോ അംഗത്തിനും വരുമാനം ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അതുപോലെ തന്നെ സംരംഭമായിട്ട് ഹരിതമാംഗല്യം, LED ബൾബ് നിർമ്മാണം, ഇനോക്കുലം സംരംഭങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. അതും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മളെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനത്തിന് നമ്മളെ ഭരണസമിതിയും പ്രത്യേകിച്ച് എടുത്ത് പറയാൻ നമ്മുടെ മുൻ AS ആ സാറ് വന്നതിന് ശേഷമാണ് നമ്മളെ ഹരിതകർമ്മസേന ഒരു നല്ല നിലയിലേക്ക് മുന്നോട്ട് വന്നിട്ടുള്ളത്. ആദ്യം മുതൽ നമ്മളെല്ലാവരും കുറച്ച് പിറകിലോട്ടാണെങ്കിലും സാറിന്റെ അതുപോലെ തന്നെ ഭരണസമിതിയുടെയും ഇടപെടൽ മൂലം നല്ലൊരു പ്രവർത്തനം ഇപ്പോൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇപ്പം നിലവിൽ പ്രവർത്തിക്കുന്നത് 2 MCFകളാണ്. അത് നല്ല രീതിയിൽ തന്നെ എല്ലാ MCFൽ ബെയിൽ ചെയ്തിട്ടും എല്ലാ ദിവസങ്ങളിലും ഞങ്ങൾ 4 പേര് ആ MCFൽ എത്തും. അതുപോലെ തന്നെ മറ്റേ MCFൽ ഒരു MCFൽ നിങ്ങൾ ബെയിൽ ചെയ്ത സാധനങ്ങൾ വെക്കുന്നതും മറ്റില് MCFൽ റിജക്റ്റഡ് വേസ്റ്റ് വെക്കാൻ നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ കൂനത്തിപ്പോ ഒരു പുതിയ MCF അടുത്ത് തന്നെ ഉദ്ഘാടനം നടക്കും. പിന്നെ എന്നാ സരിതേ പറയാനുള്ളത്? മാംഗല്യം എന്ന് പറഞ്ഞ ഒരു സംരംഭമുണ്ട്. പിന്നെ ഇനോക്കുലം, LED ബൾബ്, ഇപ്പൊ പുതിയതായിട്ട് കാറ്ററിംഗ് സർവീസ് തുടങ്ങാൻ വേണ്ടിയിട്ട് എല്ലാം ചെയ്തായി. പിന്നെ ആരോഗ്യ ചെക്കപ്പ് എല്ലാം നടത്തലുണ്ട്. പ്രഷർ അതെല്ലാം നോക്കി എല്ലാ മാസം ചെയ്യലുണ്ട്. വണ്ടി ഇത്രയും നാൾ വണ്ടി നമ്മൾ തന്നെ ആക്കണം. ഇപ്പം 2-3 വർഷമായിട്ട് നമുക്ക് സ്വന്തമായിട്ട് വണ്ടി ഉണ്ട്. എല്ലാ മാസവും വാർഡുകളിൽ നിന്ന് പിന്നെ മാസത്തിൽ 3 പ്രാവശ്യമായിട്ട് എല്ലാ വാർഡിൽ കൊണ്ടുപോകും. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. പിന്നെ ഭരണസമിതിയും എല്ലാം നല്ല സപ്പോർട്ടാണ്. നമ്മൾ എല്ലാം ചെയ്തു തരുന്നുണ്ട്. AS, VO എല്ലാം എന്ത് സംശയം ഉണ്ടോ അവരോട് ചോദിച്ചാൽ എല്ലാം നമുക്ക് പറഞ്ഞു തരും. നമ്മള് ശരിക്ക് പിന്നെ ഭരണസമിതി അധികാരത്തിൽ വരുന്ന സമയത്ത് നമ്മുടെ നാടിന്റെ ഒരവസ്ഥ അതിപ്പോ ഒരു 4-5 വർഷം കൊണ്ട് മാറിയ കാര്യങ്ങൾ അല്ലെ, നമുക്ക് എത്ര മാറ്റങ്ങളാന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത് അല്ലെ. മറ്റൊരുപാട് പ്ലാസ്റ്റിക്കുകളും മറ്റു മാലിന്യങ്ങളും റോഡുകളിലേക്ക് വലിച്ചെറിയുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. അതിപ്പോ ഒന്നും കാണുന്നില്ല അല്ലെ. പക്ഷെ ഇപ്പം വേറൊരു കാര്യം കൂടി ഉണ്ട്. ആദ്യം നിങ്ങളെ വീടുകളിൽ പോകുമ്പം ഉണ്ടാവുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതിലൊരുപാട് മാറ്റങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് ശരിക്കും ഹരിതകർമ്മസേന വീടുകളിൽ പോകുമ്പം അല്ലെ, വാതില് കൊട്ടി അടക്കുന്ന ഒരു അവസ്ഥയിലും ഉണ്ടായിട്ടില്ലേ, നായിനെ അഴിച്ചുവിടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അല്ലെ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളോട് തന്നെ ചോദിക്കുന്നുണ്ട്, ഒരു മാസം വീട്ടിൽ പോയിട്ടില്ലെങ്കിൽ എന്തേ അവര് വരാത്തത് എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ മാറിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ശരിക്കും അവരുടെ പിന്നെ ഒരു കുടുംബത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ആൾക്കാരെ പോലെ കാണുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങള് ശുചിത്വത്തിൻ്റെതും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരെ അടുത്ത് എത്തിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കൃത്യമായി അല്ല, ഇന്നിപ്പോ നല്ല ഒരു സമൂഹത്തിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് നമ്മളെ മാലിന്യങ്ങൾ ഇങ്ങനെ സംസ്കരിക്കുന്നില്ലത്. അപ്പോൾ യഥാസമയത്ത് നിങ്ങളുടെ സേവനമെല്ലാം കിട്ടുമ്പോൾ അവർക്കിതൊരു പ്രയാസം ഇല്ലാതെ തന്നെ കൃത്യമായി നിങ്ങളെ ഏൽപ്പിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. മാറ്റല്ലേ നമ്മുടെ സമൂഹത്തിൽ നമ്മളെ ആരോഗ്യം
ഇതിന് വേണ്ടിയിട്ടും മറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നടന്നു പോകുന്ന സമയങ്ങളിലും പല വീടുകളിൽ നിന്നും പ്ലാസ്റ്റിക് കത്തിച്ചിട്ട് നമുക്ക് മൂക്ക് പൊത്തി നടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മളെ കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം പല വാർഡുകളുടെ പ്രദേശത്തിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ ഇപ്പം അങ്ങനെ എടി കാണാത്തൊരവസ്ഥയാണ് നമുക്കുള്ളത്. ആളുകളുടെ മനോഭാവം ഒരുപാട് നമുക്ക് മാറാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ ഒരു ഗുണം തന്നെയാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പഞ്ചായത്തിന്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഹരിതകർമ്മസേന അംഗങ്ങൾ വഹിക്കുന്ന പങ്ക് എന്ന് പറയുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നല്ല രീതിയിലെ പ്രവർത്തനങ്ങളും കാഴ്ചവെക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഹരിതകർമ്മസേന അംഗങ്ങളെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ കുറുമാത്തൂർ സ്കൂളിലെ കുട്ടികളടക്കം തയ്യാറായിട്ടുണ്ട്. അതുപോലെ പല വാർഡുകളിൽ നിന്നും ആളുകൾ ഇതുപോലെ ഹരിതകർമ്മസേന അംഗങ്ങൾ പ്ലാസ്റ്റിക്കുമായി പോകുമ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി ജനങ്ങൾ തന്നെ നേരിട്ടിറങ്ങുന്ന ഒരു സ്ഥിതിയും കൂടി നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചോളം പറയാനുള്ളത് തന്നെയാണ്. പ്രത്യേകത നമ്മളെ ഹരിതകർമ്മസേനക്ക് നമുക്ക് കാണുന്നത് അല്ലെ, കാരണം ഒരു മാസം പണിയെടുത്ത് അല്ലെ ഓരോ വീടുകളിലും പോയി ഇതുപോലെ അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് കിട്ടുന്ന ആ ഒരു തുക, അതിൽ നിന്ന് നമ്മളെ കുടുംബത്തിൽ അല്ലെ ആർക്കെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ മനസ്സറിഞ്ഞ് സഹായിക്കാൻ വേണ്ടി ഹരിതകർമ്മസേന തയ്യാറാവുന്നുണ്ട്. അതെ, അതാണ് നമ്മളെ ഹരിതകർമ്മസേനയുടെ ഒരു വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. നമുക്ക് കിട്ടുന്നതിൽ നിന്നും നമുക്ക് പറ്റുന്ന രീതിയിലേക്ക് ചികിത്സാ സഹായമായിട്ടും മറ്റു രീതിയിലേക്കുള്ള സഹായങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹരിതകർമ്മസേന തയ്യാറാവുന്നുണ്ട്. അപ്പൊ അത് തന്നെ ശരിക്ക് നല്ലൊരു മനസ്സ് അല്ലെ, നമ്മൾ ഇത്തരം സേവന സന്നദ്ധത. കാരണം ശരിക്കും ഹരിതകർമ്മസേന ചെയ്യുന്നത് സേവനം തന്നെയാണ്. 50 രൂപ തരുമ്പോൾ ജനങ്ങൾക്ക് തോന്നി ഇത് വലിയൊരു തുകയാണെന്ന്. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അത് വലിയ തുകയല്ല. അപ്പൊ ആ കളക്ഷനിലാണ് എന്തെങ്കിലും പ്രയാസം അനുഭവപ്പെടുന്ന കുടുംബങ്ങളെ സഹായിക്കാൻ കൂടി ഹരിതകർമ്മസേന തയ്യാറാവുന്നത്. അത് ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു മാതൃകാ പ്രവർത്തനം തന്നെയാണെന്നാണ് പറയുന്നത്. പേര് നളിനിന്നാണ്, 13-ാം വാർഡിലെ ഹരിതകർമ്മസേനയാണ്. നമ്മുടെ വാർഡുകളിലും ഇല്ല കല്യാണം, കുടിയേര് അങ്ങനെയുള്ള ചടങ്ങെല്ലാം പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് പറയുന്നുണ്ട് പോകുമ്പം. എന്ത് പരിപാടി കഴിഞ്ഞാലും എന്തെന്നുണ്ടെങ്കിലും റോഡിന്റെ അരുവിന് കൊണ്ടിട്ട് നമ്മളെ വാർഡിൽ കൊണ്ടിട്ടാൽ അത് നമ്മൾ തന്നെയാണ് ഏറ്റെടുക്കേണ്ട ഇതില്ലത്. തോട്ടിലെ മാലിന്യം നീക്കേണ്ടത് നമ്മൾ തന്നെ. അങ്ങനെയുള്ള ഒരു ഇതെല്ലാം നമുക്ക് ഇതാവുന്നത്. പിന്നെ ഇതിനൊക്കെല്ലാം വീടുകളിൽ കൊണ്ടു കൊടുക്കുന്നുണ്ട് ഹരിതകർമ്മസേനക്കാരനെ. ഞാൻ കുറുമാത്തൂർ പഞ്ചായത്തിലെ 5-ാം വാർഡിലെ ഹരിതകർമ്മസേനയാണ്. ആദ്യമൊക്കെ ഭയങ്കര വിഷമത്തിലായിരുന്നു നമുക്ക് എല്ലാ സപ്പോർട്ടും കിട്ടിയത് നമ്മളെ പഞ്ചായത്തിലത്തെ ഭരണസമിതി അംഗം തന്നെയാണ്. അതുപോലെ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് 8:30 പുറപ്പെടും. അപ്പം ഗ്രൂപ്പുണ്ട്, നമുക്ക് പഞ്ചായത്തിന്റെ ഒരു ഗ്രൂപ്പുണ്ട്. ഭരണസമിതി അംഗങ്ങളും മെമ്പർമാരും ഒക്കെ ഉള്ള ആ ഗ്രൂപ്പിൽ പ്രസന്റ് ഇടണം. നമ്മൾ വന്നിനോ ഫീൽഡിലേക്ക് ഇറങ്ങിയ സമയം മുതൽ നമ്മൾ 5 മണി വരെ ഫീൽഡിലുണ്ടോ എന്ന് അവര് നമ്മളെ ശരിക്കും ഒരു അന്വേഷണ രീതിയിൽ തന്നെ വിയോനായാലും നമ്മളെ ബാക്കിൽ തന്നെ അവർ പ്രവർത്തിക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല ഒരു മാറ്റം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് തരംതിരിക്കുന്നത്. ഓരോ വീട്ടിൽ നിന്നും തരംതിരിച്ച് തന്നെയാണ് നമ്മൾ പ്ലാസ്റ്റിക് എടുക്കുന്നത്. അപ്പം അതിൽ നമ്മൾ തരംതിരിച്ചിട്ട് നമ്മൾ 15 ദിവസം കൊണ്ട് വാർഡ് കംപ്ലീറ്റ് ആക്കണം. വണ്ടി ഒരു മാസത്തിൽ 3 പ്രാവശ്യം വണ്ടി ഓരോ വാർഡിലേക്കും വരും. അപ്പം വണ്ടി വന്നിട്ട് അത് നമ്മൾ MCF കൊണ്ടുപോയി ബെയില് ചെയ്യണം. ഒരു മാസത്തിൽ 3 പ്രാവശ്യം ബെയിൽ ചെയ്യാനും പോകണം. അത് 4 ആൾക്കാരാണ് ഒരു ദിവസം ബെയിൽ ചെയ്യാൻ പോകേണ്ടത്. 300 കിലോ ആണ് നമ്മൾ ഒരു പ്രാവശ്യം ആക്കേണ്ടത്. അത് ക്ലീൻ കേരള വന്നിട്ട് ആ സാധനം കട്ടയാക്കിയത് എടുത്തിട്ട് അവർ കൊണ്ടുപോകും. അതുപോലെ നമുക്ക് MCF ചെറിയ MCF ആണ് ഉള്ളത്. അത് വലിയ MCF നമുക്ക് സാധനങ്ങൾ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് സൗകര്യം ഇല്ല. വലിയ MCFന് നമ്മൾ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എത്രയും ദൂരത്തേക്ക് ഇങ്ങനെ പ്ലാസ്റ്റിക് കൊണ്ട് പോകുന്ന സമയത്ത് കുറുമാത്തൂർ സൗത്ത് UP സ്കൂളിൽ പഠിക്കുന്ന 3-ാം ക്ലാസ്സിലെയും 4-ാം ക്ലാസ്സിലെയും കുട്ടികൾ വന്നിട്ട് നമ്മൾ ഈ ചാക്കുമായിട്ട് നമ്മൾ പോകുന്ന സമയത്ത് ആ കുട്ടികൾക്ക് നമ്മളെ കണ്ടിട്ട് ഒരു മാനസികമായിട്ട് വിഷമം വന്ന് അവർ നമ്മളോട് പറഞ്ഞു, ചേച്ചി നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പം നമ്മൾ മടിച്ചു, ബാലപീഡനല്ലേ, അപ്പോൾ വേണ്ട മക്കളെ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ചേച്ചി കൊണ്ടാന്ന് പറഞ്ഞ് നമ്മളോട് ചാക്ക് കെട്ടുമായിട്ട് അവർ 2 കുട്ടികളും സൈക്കിളിൽ വെച്ച് കൊണ്ടുപോയി അത് ലക്ഷ്യസ്ഥാനത്ത് തന്നെ എത്തിച്ചു. നമ്മളെ ചെറിയൊരു മിനി MCF ഉണ്ട്, അവിടേക്ക് കൊണ്ടുവച്ചിട്ട് അവർക്ക് നമ്മൾ ചോക്ലേറ്റ് വാങ്ങിക്കൊടുത്തു. ആ ചോക്ലേറ്റ് വാങ്ങിയിട്ട് അവർ അതിൻ്റെ മിഠായി കടലാസ് അടക്കം നമ്മളെ
ചാക്കിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്തത്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ കുർമാത്തു സൗത്ത് UPO സ്കൂളിൽ സ്ഥിരമായിട്ട് ശുചിത്വ മിഷന്റെ ക്ലാസ് സുജന മേഡം എടുത്തു പറയത്തക്ക രീതിയിൽ തന്നെയാണ് സുജന മേഡത്തിന്റെ ക്ലാസ്. അത് കുട്ടികളെ ശരിക്കും ബോധവൽക്കരണം നടത്തിയിട്ട് തന്നെയാണ് അവർ ഇന്നത്തെ രീതിയിൽ വരാൻ കാരണം. കുർമാത്തു സൗത്ത് UPO സ്കൂളിലെ കുട്ടികളെ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. അതുപോലെ നമുക്ക് ഹരിതകർമ്മസേന എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നതാണ് ബിന്ദു നമുക്ക് ബ്ലോക്ക് തലത്തിലും അതുപോലെ പഞ്ചായത്ത് തലത്തിലും നമ്മളെ വാർഡെന്നും നല്ല സ്വീകരണം നമുക്ക് തന്നിട്ടുണ്ട്. ആ കുട്ടികൾ നമ്മളെ സഹായിച്ചുകൊണ്ട് മന്ത്രി രാകേഷ് അംബാസിഡറിനെന്ന് അവര് ആ കുട്ടികളെ പേര് നിർദ്ദേശിക്കുകയും ചെയ്തു. അതുപോലെ അവര് ഫേമസ് ആവുകയും നമ്മൾ അതിൽ കൂടി ഫേമസ് ആവുകയും ചെയ്തു. അപ്പൊ നമ്മളെ പഞ്ചായത്തിനെ ശരിക്ക് അഭിവൃദ്ധി നേടിത്തന്നത് കുർമാത്തു സൗത്ത് UPO സ്കൂളിലെ കുട്ടികളാണ്. ഇപ്രാവശ്യം HM-ഉം 10ഓളം ടീച്ചേഴ്സ് അടങ്ങിയ അവര് നമ്മളെ കൂടെ തരംതിരിക്കാൻ ശരിക്കും പറഞ്ഞാൽ തരംതിരിച്ചിട്ട് അത് ഞാൻ എൻ്റെ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. തരംതിരിച്ചിട്ട് തന്നെ ആ സ്കൂളിലെ അധ്യാപകർ നമുക്ക് കൈമാറുന്നതാണ് അവസ്ഥ ഇപ്പം ഉണ്ടായത്. ഞാൻ 15ാം വാർഡിലെ ഹരിതകർമ്മസേനയാണ്. എന്റെ പേര് സുനന്ദ. നമ്മൾ ആദ്യം ഫീൽഡിൽ പോകുമ്പോൾ ഭയങ്കര ഒരു മോശമായ അനുഭവം തന്നെയാണ് നമുക്കെല്ലാം ഉണ്ടായിട്ടുള്ളത്. ജനങ്ങൾക്കെല്ലാം ഒരു പ്രത്യേകതരം മനോഭാവം ഉണ്ടായിനി. ഇപ്പൊ അതെല്ലാം മാറി നല്ല ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ വീടുകളിൽ നിന്ന് ആദ്യം വളരെ മോശം പ്ലാസ്റ്റിക് അങ്ങനെയല്ലായിരുന്നു തരല്. ഇപ്പം ചില വീടുകളിൽ നമുക്ക് തരംതിരിച്ചിട്ട് തന്നെ സാധനം തരുന്നുണ്ട്. പിന്നെ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഫുൾ സപ്പോർട്ടാണ്. ഭരണസമിതി എല്ലാവിധ സഹകരണങ്ങളും നമുക്ക് ചെയ്തു തരുന്നുണ്ട്. 100% ആവാൻ തന്നെ നമുക്ക് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നുള്ള സപ്പോർട്ട് കൊണ്ടാണ് ആയിട്ടുള്ളത്. പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് സുരക്ഷാ ഉപകരണങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ജില്ലാ പഞ്ചായത്തിന്റെ കോട്ട്, യൂണിഫോം അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ 9ാം വാർഡിലെ ഹരിതകർമ്മസേനയാണേ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആദ്യഘട്ടത്തിലെല്ലാം പോകുമ്പോൾ ഭയങ്കര വെച്ചാല് ഇങ്ങോട്ട് വരണ്ട എന്ന രീതിയിൽ തന്നെ നമ്മളെ കാണുമ്പോൾ തന്നെ അവര് അകത്തു പോകുന്ന ഒരു സംവിധാനമാണ് ഉണ്ടാവല്. പിന്നെ അവര് നമ്മളോട് നല്ല സഹകരിക്കാൻ തുടങ്ങി. അത് എനിക്കിത് പറയണമെന്ന് വെച്ചാല് നമ്മള് വീടുകളിൽ നിന്ന് തന്നെ തരംതിരിച്ചെടുക്കലാണ്. അപ്പൊ ഒരു ദിവസം വൈകുന്നേരം നമ്മൾ 2 വീടിൽ നിന്ന് തരംതിരിക്കാണ്ട് എടുത്തു. അതെന്നാ കാരണം വെച്ചാൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എൻ്റെ കൂടെ വരുന്നത് രമ്യാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു, ഈ 2 വീട്ടിലെ നമുക്ക് വേറെ തന്നെ കെട്ടിയെടുക്കാം, അത് പിന്നെ തിരിച്ചെടുക്കാന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് ആ തിരിച്ചെടുക്കുന്നത് വയ്യ മഴ പോയ പിന്നെ ഒരു റോഡ് മേലിട്ട് തരംതിരിക്കുമ്പോ അതിന് ഒരു കവറിൽ നിന്ന് 2 നല്ലൊരു കമ്മല്, അത് നോക്കുമ്പോഴത്തേക്ക് സ്വർണ്ണ കമ്മല്. അപ്പൊ അതിന്റെ ഉടമസ്ഥനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആ 2 വീട്ടിലല്ലേ, അപ്പൊ നമ്മൾ മെമ്പറെ വിളിച്ച് കാര്യം പറഞ്ഞു. ആ 2 വീട്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും, ഒന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ മെമ്പർ എന്നെ പറഞ്ഞു വന്നാ പിന്നെ അത് നമുക്ക് നോക്കിയിട്ട് ആർത്താന്ന് ചോദിച്ചിട്ട് കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ വിളിക്കുമ്പം നമ്മൾ ഫസ്റ്റ് വീടുന്നെടുത്ത ആ വീട്ടിൽ അവരുതായിരുന്നു. അപ്പൊ അത് നമ്മള് അവരെ വിളിച്ചിട്ട് പിന്നെ അത് ഒരു വായനശാലയിൽ വെച്ചിട്ട് നമ്മളത് കൊടുക്കും. അപ്പോൾ നമുക്കൊരു നല്ല ഒരു അനുമോദനം എന്ന രീതിയിൽ ട്രോഫിയെല്ലാം തന്ന്, അതുപോലെ അത് പഞ്ചായത്തും നമ്മളെ അതുപോലെ ആദരിച്ചിട്ടുണ്ട്. അതാണ് എനിക്ക് മെയിനായിട്ട് പറഞ്ഞത്. അതിനുശേഷം പിന്നെ നമ്മളെല്ലാവരും, അതായത് നമ്മളെ വാർഡിലെ എല്ലാ വീടുകളിലെ അവരും നമ്മളെ നല്ല രീതിയിൽ നല്ല ഇതായിട്ട് നോക്കുകയും ചെയ്യും. അതുപോലെ തന്നെ രാവിലെ പോകുന്ന നമ്മൾ മെസ്സേജ് ഇട്ടാൽ പണിക്ക് വന്ന വീടുകാരാണെങ്കിൽ അത് ആ പ്ലാസ്റ്റിക് പിന്നെ പുറത്തെടുത്ത് വെക്കും. അതുപോലെ തന്നെ യൂസർ ഫീ കാർഡും അതും പൈസയും നാടെ വെക്കും. പിന്നെ എന്ന് വെച്ചാൽ കുറെ വീടുകൾ, ഒരു 10ഓളം വീടുകൾ നമ്മൾക്ക് തരംതിരിച്ചിട്ട് തന്നെ തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം പണ്ട് വെച്ചാൽ നമുക്ക് ഭയങ്കര വിഷമായിരുന്നു സാധനങ്ങൾ കൊണ്ടുപോയി. ഇപ്പം നമുക്ക് പഞ്ചായത്തിന്റെ വണ്ടിയും ഡ്രൈവറെല്ലാം ആയി പിന്നെ നമുക്ക് നല്ല ഒരു ഇതായിട്ടാണ് നമ്മുടെ വാർഡില് വേസ്റ്റുകളെല്ലാം പോകുന്നത്. പിന്നെ വെച്ചാൽ കുപ്പിച്ചില്ലെടുക്കുന്ന സമയത്ത് ഇപ്രാവശ്യം വെച്ചാൽ കുപ്പിച്ചില്ലെടുക്കുമ്പം ഒരു വീട്ടിലെ, അത് ഒരു റിട്ടയർഡ് ആയവരതാണ്, അവരെ പേരൊന്നും പറയാൻ പറ്റില്ല, അയാൾ പറഞ്ഞു എൻ്റെ വീട്ടിൽ തന്നെ വന്ന് കുപ്പി എടുക്കണം എന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ക്യാമ്പ് വെച്ചിട്ട് എല്ലാ സാധനവും കൊണ്ടുപോകും, അതായത് ചെരുപ്പും ബാഗും എല്ലാം തൂക്കിയിട്ട് 15 രൂപയായിട്ട് ക്യാമ്പ് വെച്ചിട്ടാണ് ഓരോ ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുപോകാറ്. അപ്പോൾ ഈ കുപ്പി എടുക്കുന്ന സമയത്ത് നമ്മൾ പിന്നെ മെസ്സേജ് എല്ലാം ഇട്ടു.
പിന്നെ അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും ഓരോരോ 2 മണിക്കൂർ വെച്ചിട്ടാണ് ഓരോ ഭാഗത്ത് വായനശാല ആയാലും ക്ലബായാലും പിന്നെ മില്ലായാലും അങ്ങനെ സ്ഥലത്ത് വെക്കണം എന്ന് പറഞ്ഞാൽ അവര് കൃത്യമായി കൊണ്ടുവെക്കലുണ്ട്. അപ്പോൾ ഇയാൾ പറഞ്ഞു, എന്റെ പേപ്പറിൽ കണ്ടതുകൊണ്ട് ഇയാൾ പറഞ്ഞു എന്റെ വീട്ടിൽ തന്നെ വന്നിട്ട് എടുക്കണമെന്ന്. അപ്പോൾ എന്നിട്ട് ഞാൻ പിന്നെ അത് പിന്നെ എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഏസ് പറഞ്ഞു, ഞാൻ പഞ്ചായത്തിൽ വിളിച്ച ഏസ് സ്മിത ഏസോട് പറഞ്ഞു. ഏസ് പറഞ്ഞു അവരോട് ചാക്കിൽ കെട്ടി വെക്കാൻ പറയാന്ന് പറഞ്ഞു. അപ്പൊ ഇയാള് വേഗം ഏസിനെ വിവരം അറിയിച്ചു. പേപ്പറിലല്ലേ മേഡം ഇങ്ങനെ കാണുന്ന വീടുകളിൽ തന്നെ വന്നിട്ട് പിന്നെ ഹരിതകർമ്മസേന എടുത്തിട്ട് കൊണ്ടുപോണ്ടേന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അവര് വരും, നിങ്ങൾ കെട്ടി വെക്കുമെന്ന് പറഞ്ഞു. നമ്മൾ പോയവരാ ഡ്രൈവറേയും കൂട്ടി പോയവരാ അയാൾ ഉണ്ടായിട്ടില്ല, അയാളെ വൈഫാ ഉണ്ടായിന്. അപ്പൊ അയാൾ പറഞ്ഞു, വൈഫ് പറഞ്ഞു ഞാനൊന്നും അറിയുന്നില്ല, നിങ്ങൾ ഗ്രൂപ്പിലിട്ടത് ഞാൻ അറിയുന്നില്ല. അപ്പൊ അയാൾ പെണ്ണുങ്ങൾ കമ്പനി പോന്നെയാണ്. പിന്നെ നമ്മള് പെണ്ണുങ്ങള് വിഷമം എന്തെല്ലോ പറഞ്ഞു, പിന്നെ ഞാൻ അറിയില്ല, അതുകൊണ്ടാണ് എടുത്ത് കെട്ടി വെക്കാന്ന് പറഞ്ഞ. പിന്നെ നമ്മളെ അവരോട് സഹകരിച്ചു, നമ്മളും കെട്ടിയിട്ട് തന്നെ എടുത്തു. അങ്ങനെയില്ല ഒരു വിഷമം കൂടി ഉണ്ട്. പിന്നെ നല്ല രീതിയിൽ തന്നെ നമ്മളെ 34 ഹരിതകർമ്മസേന നല്ല ഒരു ഒത്തൊരുമയോടും കൂടി പോകുന്നതാണ്.